മലയാള സിനിമ തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമായി ആയ ശ്രീ രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്ന് സെക്ഷൽ അട്രോസിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു യുവനടി പരാതിയുമായി എത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്മൾക്ക് അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും എന്താണെന്ന് വെച്ചാൽ, ആരോപണ വിധേയനായ ശ്രീ രഞ്ജിത്ത് ആദ്യമായല്ല ഇത്തരം സെക്ഷൽ അബ്യൂസ് കേസിലും അട്രോസിറ്റി കേസിലൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെതിരെ ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നതോടുകൂടി ഇദ്ദേഹത്തിനെതിരെ ഒരു ബംഗാളി നടി പരാതിയുമായി എത്തിയിട്ടുണ്ടായിരുന്നു. പരസ്യമായി മീറ്റു പ്രഖ്യാപനം ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ആൺകുട്ടിയും, അത് ഈ സിനിമയുടെ മായിക ലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചാൻസിന് വേണ്ടി എല്ലാവരും മോഹിക്കുന്ന ഒരു തൊഴിലാണല്ലോ ഇപ്പോൾ സിനിമ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കൊരു ചാൻസിനായിട്ട് ആളുകൾ ഈ ഗ്ലിറ്ററിൽ നിൽക്കുന്ന, പളപളപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ പിന്നാലെ പോകുന്നത് തികച്ചും സ്വാഭാവികമാണ്. കാരണം വളരെ റെമ്യൂണറേഷനാണ്, ഹൈലി പെയ്ഡ് ജോബാണ്. അപ്പോൾ ഏതൊരാൾക്കും അത്തരം ഒരു പ്രൊഫഷനോട് ആരാധന ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. ചിലർക്ക് പാഷനും ഉണ്ടാവും. അപ്പോൾ ഏത് വിധേനയും തങ്ങൾക്കും ഒരു അവസരം വേണമെന്ന് കരുതി ഇത്തരക്കാരുടെ പിന്നാലെ പോകുന്നത് സ്വാഭാവികമാണ്. അവിടെ ടാലൻ്റ് ഉണ്ടോ എന്ന് നോക്കി ഒരാളെ കൈപ്പിടിച്ചുയർത്തുന്നതിന് പകരം ടാലൻ്റ് മാത്രം ഉണ്ടായാൽ പോരാ, ചിലരെയൊക്കെ അത് ഒട്ടും ഡെമോക്രാറ്റിക്കായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. മാത്രമല്ല അത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് സംവിധായകന്മാരും ഒക്കെ വരുന്നത്. മിക്കവരും ഇടക്കാലത്ത് 90-ലാണ് ഇടക്കാലത്ത് വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ കോമാളികൾ സംവിധായകന്മാർ തിരക്കഥാകൃത്തുക്കളൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന് മുന്നേയും അതിന് ശേഷമൊക്കെ വരുന്നത് നല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകന്മാരും ഒക്കെ ആയിട്ട് വരുന്നത്. പണ്ടും ഇതൊക്കെ തന്നെ. അപ്പം അത്രയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൂടി സ്ത്രീയെ സഹജീവിയായി കാണാൻ സാധിക്കാത്ത മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടെ ഉള്ള പുരുഷ സംവിധായകന്മാരും കഥാകൃത്തുക്കളും നടന്മാരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ, ഞങ്ങൾ പറയുന്നത് പോലെയൊക്കെ അനുസരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സിനിമയിൽ അവസരം കിട്ടൂ എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യവസായത്തിലേക്ക് വളരെ കുറച്ച് പേര് മാത്രമേ അന്നും വരാറുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഷീലയ്ക്കും ശാരദയ്ക്കുമൊക്കെ വളരെ സുദീർഘകാലം നായികാ പദവിയിൽ തുടരാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ വരുന്നുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷെ ക്യൂ നിന്നാലും അവസരം കിട്ടിയാലും തുടർന്നു പോകണമെങ്കിൽ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നടിയെ ആക്രമിക്കപ്പെട്ട ആ സംഭവത്തിൽ നിന്ന് നമുക്ക് നാം മനസ്സിലാക്കിയത്. അതിനെ എതിരെ നിൽക്കുന്നവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും ആണധികാര വ്യവസ്ഥയാണ് സിനിമാ വ്യവസായം എന്ന് പറയുന്നത്. ആണിൻ്റെ റെമ്യൂണറേഷൻ ആണ് തീരുമാനിക്കും, കോസ്റ്റ്യൂമാണ് തീരുമാനിക്കും, ആണിൻ്റെ നായികയുടെ വസ്ത്രം ആണ് തീരുമാനിക്കും. അങ്ങനെയൊക്കെയുള്ള കിരീടം വയ്ക്കാത്ത മഹാരാജാക്കന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു വ്യവസായമാണ് ഈ സിനിമാ വ്യവസായം. അപ്പോൾ അതിന് നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം നടി ആർജവമുള്ളൊരു പെൺകുട്ടിയായതിനാൽ ആ കേസുമായി മുന്നോട്ട് പോവുകയും അതിനെ തുടർന്ന് ഒരു സംഘടന ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി നിലവിൽ വരികയും കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും വർഷങ്ങളോളം ഈ വേട്ടക്കാരെ
പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി ആ റിപ്പോർട്ട് ആണധികാര വ്യവസ്ഥ ഉള്ള പുരോഗമന പ്രസ്ഥാനം പൂഴ്ത്തിവെച്ചതൊക്കെ നാം കണ്ടു. ആ കമ്മിറ്റിയിൽ ശുപാർശകളിൽ ഒന്നാണ് ICC ഉണ്ടായിരിക്കും, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കണം, സിനിമ പോളിസി നിലവിലുണ്ടാകണമെന്നൊക്കെ, റെമ്യൂണറേഷനെ കുറിച്ച് കൃത്യമായ ഗൈഡ് ലൈൻസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അത് കമ്മിറ്റി ശുപാർശകൾ നമ്മുടെ കമ്മിറ്റി കുറേ ശുപാർശകൾ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഒരുപാട് ബഹളം വെച്ചതിന് ശേഷമാണ് എഡിറ്ററായിട്ട് പല പേരുകളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റി തന്നെ പുറത്തേക്ക് വിട്ടത്. 60 പേജോളം തന്നെ പുറത്തേക്ക് വിട്ടില്ല. അതൊക്കെ എന്തൊരു നമ്മുടെ നികുതി കൊടുത്ത് നമ്മൾ സാധാരണക്കാരുടെ നികുതി കൊണ്ടാണ് ഒരു കമ്മിറ്റിയെ അവിടെ രൂപീകരിച്ചും കമ്മിറ്റി അതിന് പഠനം നടത്തിയതൊക്കെ തന്നെ. അപ്പോൾ അതറിയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. എന്നിട്ട് പോലും ആ കമ്മിറ്റി പൂഴ്ത്തിവെച്ചു പുരോഗമന പ്രസ്ഥാനം എന്നുള്ളതാണ്. എന്നിട്ടും ഒരു റൈറ്റ് ടു RTI ഒരാൾ ഫയൽ ചെയ്തതിൻ്റെ പേരിലാണ് അത് പുറത്തേക്ക് വിടേണ്ട തന്നെ ആയിട്ട് അവർക്ക് വന്നത്. ആ പുറത്ത് വിട്ടപ്പോൾ തന്നെ അത്രത്തോളം പേജ് അവിടെ പൂഴ്ത്തി വെച്ചിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ പേരിലായിരിക്കാം ചില ഗ്ലാമർ താരങ്ങൾ അകന്ന് നിന്ന ഗ്ലാമർ താരങ്ങളൊക്കെ പിന്നെ ഇടതുപക്ഷമായിട്ടൊക്കെ വീണ്ടും ചേർന്ന് പ്രവർത്തിക്കുന്നത് നാം കാണുകയുണ്ടായി. അവിടം കൊണ്ട് അവസാനിച്ചു. ആളുകൾക്കൊക്കെ ഉൾഭയം വന്നു എന്ന് നമ്മൾ കരുതി. സ്ത്രീകൾക്കൊക്കെ ഫിലിം ഇൻഡസ്ട്രി ഒരു ബെറ്റർ പാസ്റ്ററായി മാറിയിട്ടുണ്ടാവാം. സ്ത്രീകൾക്കൊക്കെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയും ബെറ്റർ പൊസിഷനും അല്ലെങ്കിൽ പൊസിഷൻസൊക്കെ ഇമ്പ്രൂവ്ഡ് ബെറ്റർ സ്റ്റാറ്റസ് ഒക്കെ സ്ത്രീകൾക്ക് കിട്ടി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു കേസ് വീണ്ടും വന്നത്. അതും ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ട ഒരു പേരും കൂടിയാണ് ശ്രീരഞ്ജിത്ത്. അതിനെ തുടർന്ന് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി രാജിവെക്കേണ്ടതായും വന്നു. അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ തടി കഴിച്ചലാക്കി അതൊക്കെ വിസ്മൃതിയിലായി ഒരു സ്വൈരജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മാടമ്പിയെ ഇദ്ദേഹത്തിന് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നില്ല. വീണ്ടും ഒരു സിനിമ സെറ്റിൽ വെച്ച് ഒരു യുവ നടിയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത ഇൻഡീഡ് ഷോക്കിംഗ്. വളരെയധികം ഞെട്ടലാണ് ഉളവാക്കിയിട്ടുള്ളത്. അപ്പോൾ അറിയാം ഇതെല്ലാം മറന്നുപോയി. നിങ്ങൾക്കൊക്കെ എന്തുമാത്രം എന്നെ ചെയ്യാൻ പറ്റും, ഞാൻ എന്തും ചെയ്യും. ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിനെ കൂവിയപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടു, 1975 തുടങ്ങിയ SFI പ്രവർത്തനമാണ് അത് പറയുന്നത് ഒരു അശ്ലീലമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആയിരുന്നു. ശരീരഭാഷ അശ്ലീലമായിരുന്നു. ആ ടോണൊക്കെ ജുഗുപ്സാവഹമായിരുന്നു. അതുകൊണ്ടാരും എൻ്റെ അടുത്ത് വരരുണ്ട എന്നുള്ള ഒരു ഭാഷ, ആ ഭാഷ കേൾക്കുമ്പോൾ തന്നെ ഇത്രയും ഒരു അശ്ലീലമായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് അപ്പം തന്നെ തോന്നിയിരുന്നു. അധികാരം ഉന്മത്തനാക്കി അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഇരിക്കുന്ന ആളുകളുടെ ബന്ധം കൊണ്ട് പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന അശ്ലീലമായിട്ടുള്ള ഒരു അശ്ലീലമായിട്ടാണ് ആ പ്രസംഗത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ എന്തു ഞാൻ ചെയ്യും എന്നുള്ളതായിരുന്നു. നിങ്ങളൊക്കെ എന്തോ പറഞ്ഞു അത് മറന്നു കളയും, ഞാൻ ഇതേപോലെ ചെയ്യും, എനിക്ക് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് എവിടെ നിന്നുണ്ട് എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ചെയ്തിട്ടുള്ളത് ശരിയാണെങ്കിൽ അത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അദ്ദേഹം വീണ്ടും ചെയ്തിട്ടുള്ളത്. കാരണം ഹേമ കമ്മിറ്റി അപ്പം നമുക്ക് മനസ്സിലാകുന്നു ഈ പെൺകുട്ടി ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ട്. അവിടെ കുക്കു പരമേശ്വരൻ അമ്മയുടെ സ്ത്രീകൾ വന്നു എന്ന് പറഞ്ഞ് കുക്കു പരമേശ്വരനും ശ്വേതാ മേനോനും ഒക്കെയാണ്. ഇപ്പോൾ കുക്കു പരമേശ്വരൻ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അമ്മയുടെ പ്രസിഡൻറ്റിനെയും അന്നത്തെ പ്രസിഡൻറ്റിനെയും മറ്റും അന്നത്തെ ഇലക്ഷൻ്റെ അന്ന് അവരോട് സംസാരിക്കാൻ വേണ്ടി ചെന്ന അന്നത്തെ മാധ്യമപ്രവർത്തകരെ കൂകി വിളിച്ച് അവരെ ആട്ടിപ്പായിച്ചൊരു സ്ത്രീയും കൂടിയാണ്. ആ സ്ത്രീയാണ് ഇന്ന് അമ്മയുടെ ഭരണാധികാരിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ നിന്ന് അവരോട് ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറയുമ്പോൾ
പറയുമ്പോൾ അവർ അവിടെ ഇവിടെയും തൊടാതെയാണ് പറഞ്ഞിട്ടുള്ളത്. നിയമത്തിൻ്റെ വഴി ഏതാണോ അത് തന്നെ, നിയമത്തിൻ്റെ വഴി ഏതാണോ അത് തന്നെ. പേരെടുത്ത് അദ്ദേഹം ശ്രീ രഞ്ജിത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനെതിരെ ഞങ്ങൾ നിലപാട് കടുപ്പിക്കും അല്ലെങ്കിൽ നിലപാടെടുക്കും എന്നൊന്നും അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അവരൊരു ഇടതുപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ കുറേ വകുപ്പുകളിലൊക്കെ ഔദ്യോഗിക ഭാരവാഹിത്വമുള്ള ഒരു സ്ത്രീ കൂടിയാണ്. അവരുടെ നിലപാട് എന്നും സ്ത്രീവിരുദ്ധ നിലപാട് തന്നെയാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പോഴും അവർ അവിടെ ഇവിടെയും തൊടാതെയുള്ള സംസാരിച്ചത്. അപ്പം ബുദ്ധിയുള്ള പെൺകുട്ടി അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിൽ അവർക്കൊരു വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ട് പോലീസിന് പരാതി കൊടുത്തു. അതിന് ആ കുട്ടിയെ അഭിനന്ദിച്ചേ മതിയാകൂ. നേർവഴി പോലീസ് തന്നെയാണ്, പാർട്ടി പോലീസും സിനിമയുടെ CPM പറയുന്ന പോലെ ഞങ്ങളുടെ പാർട്ടിയും ആണ് പോലീസ് സ്റ്റേഷൻ, ഞങ്ങളുടെ പാർട്ടിയാണ് കോടതി എന്ന് പറയുന്ന സിനിമാക്കാർ. ഞങ്ങൾക്ക് ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയുടെയും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയുടെ സ്വഭാവം നമുക്ക് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മനസ്സിലായി. അതിൻ്റെ അതിൻ്റെ വക്കീലാണ് രഞ്ജിത്തിൻ്റെ വക്കാലത്ത് സ്വീകരിച്ചത്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഈ വേട്ടക്കാരുടെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ എങ്ങനെയാണ് സ്ത്രീക്ക് നീതി കിട്ടുക എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും തലയുയർത്തി വരികയാണ്. പക്ഷേ ഇവിടെ ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് രഞ്ജിത്തിന് 14 ദിവസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ ജയിലിൻ്റെ പടി രഞ്ജിത്ത് കാണില്ല. അന്വേഷണം ഈ പല ഇടതുപക്ഷ ആൾക്കാർക്കോ അല്ലെങ്കിൽ വലതുപക്ഷ ആൾക്കാർക്കോ ഏതോ കക്ഷി രാഷ്ട്രീയത്തിനുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നിലവിൽ ബന്ധമുള്ള ആൾക്കാർ എത്ര കണ്ട് കംഫർട്ടബിളായിട്ട് ഓരോ ലീഗൽ ഇഷ്യൂസിൽ നിന്ന് ഊരിപ്പോരുന്നു അതുപോലെയൊക്കെ തന്നെ ഊരി പോന്നേനെ. പക്ഷേ ഇവിടെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് പോലീസിൻ്റെ പണി കൃത്യമായി ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇരയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. തൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതത്തിൻ്റെ വ്യാപ്തി വളരെ വലുതായതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഒരു ട്രോമയുണ്ടായി. ആ ട്രോമയിൽ നിന്നൊക്കെ പുറത്തു വന്നാണ് കുട്ടി ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും രഞ്ജിത്ത് അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം. ഇനിയും സിനിമാ വ്യവസായം കൂടുതൽ ഡെമോക്രാറ്റിക് ആവണം. സിനിമാ വ്യവസായം എന്നല്ല, ഏത് സ്ഥലത്തായാലും നമുക്ക് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. ഈ ഇലക്ഷനിൽ തന്നെ സ്ത്രീയുടെ അവസ്ഥ സ്റ്റാറ്റസ് എന്താണെന്ന് ഈ ഇലക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം. വളരെ ശുഷ്കിച്ച പ്രാതിനിധ്യ സ്ത്രീകൾക്കുള്ളൂ. അവർ ജയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ നിർത്തിയ വളരെ വിരലിലെണ്ണാവുന്ന സ്ത്രീകളാണ് ഓരോ രാഷ്ട്രീയ കക്ഷികളും നിർത്തിയേക്കുന്നത്. അവർ ജയിച്ചാൽ അത്ര പ്രാതിനിധ്യം ഉണ്ടാവും. ഇനി അവരൊന്നും ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ സ്ത്രീ പ്രാതിനിധ്യം 0 ആയിരിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെ എട്രോസിറ്റി നടന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. സ്ത്രീകളുടെ വോയിസ് അവിടെ റെപ്രസെൻറ്റഡ് ആവുന്നില്ല. പിന്നെ സ്ത്രീകൾക്ക് നേരെ എട്രോസിറ്റി നടന്നു എന്ന് പറയുന്നതിൽ വലിയ അതിശയമൊന്നുമില്ലല്ലോ. ഇവർ ഒരു നിയമം പാസ്സാക്കി വെച്ചിട്ട് 33%. നിയമം പാസ്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ 51% വരുന്ന സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുത്തുകൂടാ? നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിയമം സർവേ കഴിയട്ടെ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒക്കെ ഇരട്ടത്താപ്പ് തട്ടിപ്പാണ്. ഈ ആണധികാര സമൂഹത്തിൽ സ്ത്രീയുടെ സ്റ്റാറ്റസ് വളരെ മോശം തന്നെ ആയിരിക്കും. നന്ദി, നമസ്കാരം.